കഷ്ടപ്പാടിന്റെ കഥ പറയുന്നു. മുള്ളുവിരിച്ച വഴികളിലൂടെ നടന്ന അനുഭവം പറയുകയാണ്. ഞാനൊരു രാത്രി എഴുന്നേൽക്കുന്നു. രാത്രി ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റു. പുറത്തേക്ക് ചെന്നു. മരുഭൂമിയിലാണത്. ഞാൻ മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്നു. മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് എന്തോ ഒരു സാധനത്തിൽ, ഒരു പാറയിലോ ഒരു ഉറപ്പുള്ള സാധനത്തിലോ അത് വീഴുന്നത് എനിക്ക് തോന്നി താഴെ എന്തോ ഉണ്ട്. മൂത്രമൊഴിച്ചു കഴിഞ്ഞു. ദാരിദ്ര്യത്തിന്റെ വിശപ്പിന്റെ കട്ടപ്പാട് കൊണ്ട് ഞാൻ എന്റെ വിസർജനം കഴിഞ്ഞതിന്റെ ശേഷം, മൂത്രമൊഴിച്ചതിന്റെ ശേഷം എന്റെ കൈകൊണ്ട് ഞാൻ ആ മണലിൽ ഒന്ന് തപ്പി നോക്കി. എന്നോ അറുക്കപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ തോലാണത്. ജിൽദു ബഈർ, മണലിന്റെ ഉള്ളിൽ ഒരൊട്ടകത്തിന്റെ തോൽ കഷ്ണം. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅഖദ്തുഹാ, ഞാനത് എടുത്തു. നോക്കണം സ്വഹാബത്ത് ജീവിച്ചത്. ഞാനത് എടുത്തു. മൂത്രമായതെല്ലാം കഴുകിയതിന് ശുദ്ധിയാക്കി. വഗസൽതുഹാ ഹത്താ അൻഅംതുഹാ, ഞാനതിന്റെ അഴുക്കുകളെല്ലാം നീക്കി നോക്കുമ്പോ ഞാൻ മൂത്രമൊഴിച്ചത് ഒരു ഒട്ടകത്തിന്റെ തോലിലേക്ക്, മരുഭൂമിയിൽ കിടക്കുന്ന ഏതോ ഒരു ഒട്ടകത്തിന്റെ ഒരു തോൽ കഷ്ണം. ثم احرقتها بالنار, എന്നിട്ട് ഞാൻ ആ തോലിൽ കിടക്കുന്ന രോമങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് ആ തോൽ കഷ്ണം തീ വെച്ച് ഞാനൊന്ന് ചൂടാക്കിയെടുത്തു. വറളൽതുഹാ, ഞാൻ അതിനെ പാകമാക്കി കൊണ്ടുവന്നു. ഫശഖഖ്തു മിൻഹാ ثلاث ശഖായിഖ്, ആ തോൽ കഷ്ണത്തിൽ നിന്ന് 3 കഷ്ണങ്ങളാക്കി ഞാൻ മാറ്റിയെടുത്തു. ഫഖതവൈതു ബിഹാ 3, ആ തോൽ കഷ്ണം വേവിച്ചിട്ട് 3 ദിവസമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് എന്ന് മഹാനായ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇഷ്ടമുള്ള ഭക്ഷണം, വിഭവമേറിയത്, എത്രയും ഇഷ്ടം പോലെ നമ്മുടെ തീന്മേശകൾ നിറയുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അല്ലാഹുവേ, ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകൾ ലോകത്തുണ്ട്. എനിക്കും എന്റെ മക്കളുടെ മുമ്പിൽ അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്താൽ ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനത്തിന്റെ ഫലം എന്റെ മേശയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി റബ്ബേ. ബിസ്മി ചൊല്ലി ആരംഭിക്കുകയും അതെങ്ങാനും മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു, അല്ലാഹുവേ നിന്റെ നാമം ഒടുക്കത്തിലും അവസാനത്തിലും അതിന്റെ ഇടയിലും നിന്റെ നാമം തന്നെ, പരിശുദ്ധമായ നാമം ചൊല്ലി തുടങ്ങുകയും അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, പടച്ചവനെ കാര്യമായ ഒരു അധ്വാനവും ചെയ്യാതെ എന്റെ വായിലേക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഭക്ഷണം കൊണ്ടുതന്നവനെ, നിനക്ക് സ്തുതി എന്ന ഹംദ് നമ്മളും നമ്മുടെ മക്കളും ചൊല്ലുന്നുണ്ടോ എന്ന് ഉമ്മമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ കരുണാമയനായ റബ്ബിന്റെ ഏറ്റവും വലിയ ഔദാര്യമായ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഓർക്കുന്നുണ്ടോ? താൻ മൂത്രമൊഴിച്ചിട്ട് ആ മൂത്രം വീണെടുത്ത് ഒരു ശബ്ദം കേട്ടപ്പോ എന്തോ ആണെന്ന് തപ്പിത്തടഞ്ഞെടുത്ത് അതൊരു ഒട്ടകത്തിന്റെ തോൽ കഷ്ണമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കഴുകിക്കൊണ്ടുപോയി വൃത്തിയാക്കി 3 കഷ്ണമായി മുറിച്ച് ആ തോലിന്റെ ഒരു കഷ്ണം, ഒരു മൃഗത്തിന്റെ ഒട്ടകത്തിന്റെ തോലിന്റെ ഒരു കഷ്ണം, എന്റെ ഒരു ദിവസത്തെ ഭക്ഷണം അതാണ്. 2ാമത്തെ ദിവസം അതിന്റെ ബാക്കി, 3ാമത്തെ ദിവസവും അതിന്റെ ബാക്കി. അങ്ങനെ 3 ദിവസം ഞാൻ ആ ഒട്ടകത്തിന്റെ തോല് കൊണ്ട് ഭക്ഷണമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഹബീബിന്റെ മുമ്പിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞ സ്വഹാബിമാരിൽ ഹബീബായ നബി തങ്ങളോടൊപ്പം ഹബീബിന്റെ കൂടെ ധർമ്മസമരങ്ങൾക്ക് പോയ സ്വഹാബിമാരിൽ ഹബീബായ നബി തങ്ങളുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുകയും യാ റസൂലല്ലാഹ് സയുരീകല്ലാഹു മിന്നാ മാ തഖിറു ബിഹി ഐനുക്, ഞങ്ങളുടെ ത്യാഗം കാരണം നബിയെ അങ്ങയുടെ കണ്ണഞ്ചുന്ന വല്ലതും അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കില്ല നബിയെ എന്ന് ഹബീബിന് പറഞ്ഞു കൊടുത്ത സ്വഹാബിമാരിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവും കൂടെയുള്ള സ്വഹാബിമാരും ഹബീബായ പുന്നാര നബി തങ്ങളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ അനുഭവിച്ച വിശപ്പിന്റെ കഷ്ടപ്പാടിന്റെ
1000-ൽ 1 അംശം പോലും അനുഭവിക്കാതെ നമ്മുടെ മക്കൾ വളരുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കണേ, മോനെ മോളെ വലത് കൈകൊണ്ട്, മോനെ ഇരുന്നിട്ട് മോളെ ഇരുന്നു കൊണ്ട് കഴിക്കുന്ന നടക്കല്ല, മോനെ വെള്ളം കുടിക്കുന്ന വലത് കൈ കൊണ്ട് കുടിക്ക്, ബിസ്മില്ലാഹി ചൊല്ലു മോനെ, അൽഹംദുലില്ലാഹി ചൊല്ലണേ, കഴിയുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കണേ. വല്ലവരുടെയും ഭക്ഷണം നമ്മൾ ചെന്ന് കഴിച്ചാൽ ആ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണേ. അകല തുആമകുമുൽ അബ്റാർ, നിങ്ങളുടെ ഭക്ഷണം നല്ല ആളുകൾ ഭക്ഷിക്കട്ടെ. സ്വല്ലത അലൈക്കുമുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാർ ഈ ഭക്ഷണം തന്നത് കാരണം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥനയുണ്ടാവട്ടെ. വഅഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ, നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് നോമ്പ് മുറിക്കാനുള്ള തൗഫീഖിന് അല്ലാഹു നിങ്ങൾക്ക് അവസരം തരട്ടെ എന്ന് ആ വീട്ടുകാർക്ക് ദുആ ചെയ്യണേ എന്ന് പഠിപ്പിക്കുമ്പോ എന്റെ മുഅ്മിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, ദാരിദ്ര്യമല്ല ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നത്, നിങ്ങളുടെ വിഷയത്തിൽ എന്റെ പരിഭവം, എന്റെ പ്രയാസം, എന്റെ വേദന നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നു പോകുമോ എന്നല്ല, നിങ്ങൾക്ക് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ഒരുപാട് തരികയും നിങ്ങൾ റബ്ബിനെ മറക്കുകയും ചെയ്യുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് 1400 വർഷങ്ങൾക്കപ്പുറം 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന സത്യവിശ്വാസി ഹബീബായ നബി തങ്ങളുടെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ഇതുപോലെ ഒരു റബീഉൽ അവ്വലിൽ മുത്തനബി തങ്ങൾ കടന്നു വന്ന കട്ടപ്പാടിന്റെ അനുഭവങ്ങൾ ഒന്നോർത്തു നോക്കിൻ മുഅ്മിനെ, എത്ര വലിയ അനുഗ്രഹത്തിലാണ് നമ്മളുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഹബീബിന്റെ പുതിയാപ്പിളയല്ലേ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച ഹബീബിന്റെ പുതിയാപ്പിളയല്ലേ. വല്ലാഹ് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഖദ് റഖഅതു മിദ്റഅതി ഹാദി, ഞാൻ എന്റെ യുദ്ധത്തിൽ ധരിക്കുന്ന ഈ വസ്ത്രം ഒരുപാട് തവണ കഷ്ണം വെച്ച് തുന്നിപ്പിടിപ്പിച്ച് ഹസ്തഹയൈതു മിൻ റാഖിഹാ, അത് തുന്നിപ്പിടിപ്പിക്കുന്ന ആളുടെ ടൈലറുടെ അരികത്ത് പോവാൻ എനിക്ക് നാണമായി. അപ്പൊ ആളുകൾ ചോദിച്ചു, ഒരാൾ ചോദിച്ചു, അലാ തംബുദുഹായ അലി, അലിയെ ഇനിയും ഈ വസ്ത്രം വേണോ? ഒരുപാട് തുന്നിപ്പിടിപ്പിച്ച കീറിപ്പറിഞ്ഞ ഈ വസ്ത്രം നിങ്ങൾക്ക് വേണോ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉഖ്റുബ് അന്നി യാ ഫതാ, പോ ചെറുപ്പക്കാരാ, എന്റെ അരികത്തുനിന്ന് പോ ചെറുപ്പക്കാരാ, നീ എന്നോട് ഈ വസ്ത്രം ഒഴിവാക്കാൻ പറയുകയാണോ? ഹബീബായ നബി തങ്ങൾ ജീവിച്ചത് നീ കണ്ടിട്ടുണ്ടോ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ പുതിയാപ്പിളയല്ലേ. ജുഅ്തു മറത്തൻ ബിൽ മദീന, മദീനയിൽ എനിക്ക് അന്നൊരു വിശപ്പുണ്ടായ അനുഭവം മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാത്ത വിശപ്പ്, വീട്ടിലൊന്നുമില്ല, ഹബീബിന്റെ പുതിയാപ്പിളയാണ്, ലോകത്തിന്റെ ഗുരുവിന്റെ പുതിയാപ്പിളയാണ്, വീട്ടിൽ ഒന്നുമില്ല. ഫഖറജ്തു, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു ജോലി, ഫീ അവാലിൽ മദീന, മദീനയുടെ കുന്നുകൾക്ക് മീതെ താമസിക്കുന്ന ബദുക്കളുണ്ട്, അറാബികളുണ്ട്, അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കൊടുത്താൽ അതിന്റെ വേതനമായി കഴിക്കാൻ ഒരു ഭക്ഷണം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ അന്ന് മദീനയിൽ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അനുഭവം എനിക്കോർമ്മയുണ്ട് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അന ഫീ അവാലിൽ മദീന, മദീനയുടെ ഉയർന്ന പ്രദേശമാണത്, കുന്നു കയറി പോവണം, പാറ കയറി പോവണം. ഞാൻ ഇങ്ങനെ നടന്നു നീങ്ങുന്നു, ആർക്കെങ്കിലും ജോലി വേണോ? ഞാൻ ജോലി ചെയ്തു തരാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ അബൂ ത്വാലിബിന്റെ മകനായ ഹബീബായ നബി തങ്ങളുടെ ഹാഷിം കുടുംബത്തിൽ പിറന്ന മഹാനായ അലി തങ്ങൾക്ക് സ്വന്തം ബന്ധുക്കളോട് പോയി എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കിട്ടുമായിരിക്കാം. ഹബീബിന്റെ സ്വഹാബിമാരിൽ മദീനയിലെ സമ്പത്തുള്ള സ്വഹാബിമാർ, മദീനയിലെ തോട്ടങ്ങളുള്ള സ്വഹാബിമാരോട് ചെന്ന് വല്ലതും തരണേ എന്ന് ചോദിച്ചാൽ അവർ കൊടുക്കുമായിരിക്കാം. എന്നാൽ അലി തങ്ങൾ തീരുമാനിച്ചു, ആരോടും ഔദാര്യം വാങ്ങണ്ട, ആരോടും കൈ യാചിക്കരുത്, ആരോടും വെറുതെ പോയി വാങ്ങിക്കണ്ട, ഞാൻ ജോലി ചെയ്യാം. മദീനയിലൂടെ നടക്കുമ്പോ, കുന്നിൻ മുകളിലൂടെ നടക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മ കുറച്ചു മണ്ണവിടെ കൂട്ടിവെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തിനാ മണ്ണ് കൂട്ടി വെച്ചത്? മോനെ, ഇത്
കുഴച്ചു മറിച്ച് എന്റെ വീടൊന്ന് തേച്ചെടുക്കാനാണ്. വെള്ളമില്ല. ഉമ്മ, ഞാൻ വെള്ളം കൊണ്ടു തരട്ടെയോ? നിങ്ങൾ എന്ത് വേതനം തരും? മോനെ, വെള്ളം ഒരുപാട് ദൂരെയാണ്. ഈ കുന്നു മുഴുവനും താഴെ ഇറങ്ങി കിണർ വരെ നടന്ന് നിങ്ങൾ എനിക്കൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാൽ അതിന്റെ വേതനം തംറത്തുൻ, ഒരു കാരക്കയാണ്. ഒരു കാരക്ക, ഒരു ഈച്ചപ്പഴം. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാൽ എവിടെന്ന്? മലമുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഒരുപാട് ദൂരം നടന്ന് തിരിച്ചു വന്നാൽ അതിന് കിട്ടുന്ന പ്രതിഫലം ഒരു കാരക്ക. അതേ മോനെ എന്റെ കയ്യിലുള്ളൂ. ഉമ്മ, നിങ്ങൾക്ക് ഈ മണ്ണ് കുഴക്കാനുള്ള വെള്ളം ഞാൻ കൊണ്ടുതരാമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർ പറയുന്നു. എന്റെ കൈ തളർന്നു, എന്റെ തോൾ തളർന്നു, എനിക്ക് നടുവേദന വരാൻ തുടങ്ങി, കൈകളിൽ മുറിവുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോഴേക്കും കഷ്ടപ്പാട് സഹിച്ച് ഞാൻ കൊണ്ടുവന്ന ബക്കറ്റിന്റെ വെള്ളത്തിൽ എണ്ണം നോക്കുമ്പോൾ 16 ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്നെ കൊണ്ടിനാവില്ല, ഞാൻ ഒരുപാട് തളർന്നു പോയി, ഉമ്മ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് ഉമ്മ, ഞാൻ അധ്വാനിച്ചതിന് വേതനം തരുമോ? ആ ഉമ്മ 16 കാരക്ക ഓരോന്നോരോന്ന് എണ്ണിത്തന്ന് ഒന്നുപോലും ഏറെ തരാതെ എന്റെ കൈകളിൽ 16 ബക്കറ്റ് വെള്ളം മലമുകളിൽ ഞാൻ ചുമന്നു കൊണ്ടുപോയതിന്റെ പേരിൽ 16 കാരക്ക എന്റെ കയ്യിൽ തന്നു. ഞാൻ അതുമായി സന്തുഷ്ടനായി താഴെ വന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉപ്പയാണത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പയാണ് അത്, റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞു, നബിയെ, വിശപ്പുണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു നബിയെ. കഠിനമായ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ജോലി ചെയ്ത് 16 കാരക്ക കിട്ടിയിട്ടുണ്ട് നബിയെ. ആ കാരക്കയിൽ നിന്ന് ഹബീബായ നബിതങ്ങളും ഭക്ഷിക്കുകയുണ്ടായി. ആ 16 നിന്ന് തന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക്, തന്റെ ഭാര്യയുടെ ഉപ്പാക്ക് ഹബീബായ നബിതങ്ങൾക്ക് അലി റളിയല്ലാഹു അൻഹു സമ്മാനമായി കൊടുക്കുന്നു. അതിൽ നിന്ന് ഭക്ഷിക്കുന്നു, ബാക്കി തന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ആരാണിത്? ഹബീബിന്റെ പുതിയാപ്പിള അലി മിന്നി, അലി എന്നിൽപ്പെട്ടവരാണെന്ന് നബിതങ്ങൾ പറഞ്ഞ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശപ്പ് കാരണം ചെയ്ത ത്യാഗം. ഇങ്ങനെ ഒരു ത്യാഗം നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഒരു ജീവിതാനുഭവം വളരെ വിശദമായി മനോഹരമായി ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഷ്ടപ്പാടുകൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ തീരുമാനിച്ചത്, വരുന്ന കാലഘട്ടം, വരാൻ പോകുന്ന തലമുറ ഇതിന്റെ മുൻഗാമികളെ ഓർക്കുകയും അവരോട് നന്ദി ഉണ്ടാവുകയും ആ മുൻഗാമികൾ സഹിച്ച ത്യാഗത്തിൽ എന്തെങ്കിലും ഇത്രയും സുഖലോലുപതയിൽ നമ്മൾ ജീവിക്കുമ്പോ എന്ത് അല്ലാഹുവിനെ നമ്മൾ ചെയ്തു? ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഫാത്തിഹയെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ, ഏതെങ്കിലും ഒരാൾക്ക് ദീനിന്റെ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ, ഏതെങ്കിലും ഒരു നല്ല സംരംഭത്തോട് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദീൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ മറുപടി കരുതി വെക്കുക, മറുപടി കരുതി വെക്കുക. ഇത്രയെല്ലാം നിഅമത്ത് തന്നിട്ട് ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ, നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മുഅ്മിനേ, ഇന്ന ഹുനാക സുആല, ചോദ്യമുണ്ട്. ഫാഇദ് ലിസ്സുആലി ജവാബ, ആ ചോദ്യത്തിന് മറുപടി നമ്മൾ തയ്യാർ ചെയ്തു വെക്കുക. അതിന് ചിന്തിക്കാനും ആലോചിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സദസ്സാണിത്. സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على محمد وبارك وسلم عليه.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വബാരിക് വസല്ലിം അലൈഹി. ഇരിക്ക് ജസാക്കുമുല്ലാഹ് ഖൈർ. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ മുമ്പിലേക്ക് വരുന്ന ഒരു രംഗം ആയിഷ ബീവിയോട് വന്ന് പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അങ്ങ് ഉപ്പയോടൊന്ന് പറയണേ, ഹുനൈൻ യുദ്ധം കഴിഞ്ഞതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഗനീമത്ത് സ്വത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു അടിമപ്പെണ്ണിനെ എന്റെ വീട്ടിലെ സഹായത്തിന് തരുമോ എന്ന് മുത്തുനബിയോടൊന്ന് ചോദിക്കണം. ഹബീബായ നബി തങ്ങളോടൊന്ന് ചോദിക്കണം, ഒരടിമപ്പെണ്ണിനെ ഞങ്ങൾക്ക് തരുമോ? എന്റെ കൈ കണ്ടോ ആയിഷ ബീവി, മാവരക്കുന്ന ആശുകല്ല് ഉരച്ച് എന്റെ കൈകളാകെ മുറിവ് വന്നിരിക്കുന്നു ആയിഷ ബീവി. എന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു നാട്ടുകാർക്ക് വെള്ളം കോരി കൊടുത്തിട്ട് മഹാനവറുകൾക്ക് നടുവേദന വന്നിരിക്കുകയാണ്. ഇസ്ലാമിൽ ഹബീബായ നബി തങ്ങളുടെ കയ്യിലാണെങ്കിലോ ഇഷ്ടം പോലെ അടിമകളും കിട്ടിയിട്ടുണ്ടല്ലോ. ഒന്ന് പറയുമോ ആയിഷ ബീവി? ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങൾ വന്നതിൽ പിന്നെ പൊന്നുമോൾ ഫാത്തിമ ബീവി പറഞ്ഞ വിഷയം അറിയിച്ചു. മുത്തുനബിയുടെ മറുപടി നമുക്കറിയാം, ലാ വല്ലദീ നഫ്സി ബിയദി മാ ദാമ ഫിസ്സുഫ്ഫതി ഫഖീർ. മദീനയിലെ പരിശുദ്ധമായ പള്ളിയുടെ ഓരത്ത് നിന്ന് പഠിക്കുന്ന ദർസ് വിദ്യാർത്ഥികളുണ്ട്. 300ഓളം സ്വഹാബിമാർ അവിടെ ദർസ് പഠിക്കുന്നവരാണ്. മദീന പള്ളിയിലെ ദർസ് വിദ്യാർത്ഥികളായ സുഫയുടെ അഹ്ലുകാരിൽ ഏതെങ്കിലും ഒരു ഫഖീറായ മനുഷ്യനെങ്കിലും ബാക്കിയുണ്ടായിരിക്കെ മോൾക്ക് ഇത് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ആയിഷ. ആയിഷ ബി പറഞ്ഞു, നബിയേ, അങ്ങ് തന്നെ പോയ ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കണം റളിയല്ലാഹു അൻഹയോട്, ഇവിടം വരെ വന്നിരുന്നു, അങ്ങയെ കാണാൻ പറ്റിയിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും ഇശാ കഴിഞ്ഞ് കിടന്നിട്ടുണ്ട്. ഒരു റൂമാണത്. അവിടെ ഒരു ചെറിയ കട്ടിലുണ്ട്. അവിടെയാണ് അവർ കിടക്കുന്നത്, ഒരു ചെറിയ കൊച്ചുകട്ടിൽ. ആ റൂം തന്നെയാണ് അവരുടെ ബെഡ്റൂം, അതാണ് അവരുടെ കിച്ചൺ, അത് തന്നെയാണ് അവരുടെ ഡൈനിങ് ഹാൾ, അത് തന്നെയാണ് ഒരു ഗസ്റ്റ് വന്നാൽ ഇരിക്കാനുള്ള സ്ഥലം. വേറെ ഒരു റൂം അവിടെ ഇല്ല. മുത്തുനബി തങ്ങൾ വാതിൽക്കൽ വന്നു, അലിയേ ഞാനങ്ങ് വന്നോട്ടെ? ഉപ്പാ, നിങ്ങളാണോ ഹബീബായ നബിയേ? അഹ്ലൻ വസഹ്ലൻ. ഞാനും ഫാത്തിമയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു കട്ടിലിൽ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ കിടന്നോളൂ, അവിടെ തന്നെ ഇരുന്നോളൂ. ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ മുത്തുനബി തങ്ങൾ കൈവച്ചുകൊണ്ട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാനി. നിങ്ങൾ രണ്ടുപേർക്കും കഷ്ടപ്പാടുകളുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ ഇതിനേക്കാളും ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ള ഹദീസായിരിക്കാം ഇത്, നമ്മൾ മുമ്പ് അറിഞ്ഞ ഹദീസായിരിക്കാം ഇത്. ജീവിതത്തിൽ നമ്മളിത് പകർത്തുന്നുണ്ടോ? വീട്ടുവേല ചെയ്തിട്ട്, ജോലി ചെയ്തിട്ട് എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കഷ്ടപ്പാടിന്റെ പേര് പറഞ്ഞ് ഇറങ്ങിപ്പരുന്ന പെൺകുട്ടിയെ ഒന്ന് ആലോചിക്കണേ. നിന്നെക്കാളും ഖൈറായ ഈ ഉമ്മത്തിലെ സ്വാലിഹത്തുകളായ ഉമ്മമാർക്ക്, ഉമ്മത്തികളായ സഹോദരിമാർക്ക് സ്വർഗീയ ആരാമത്തിലെ നേതൃത്വത്തിന്റെ പദവിയിലിരിക്കുന്ന ഹബീബിന്റെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ പ്രിയപ്പെട്ട മോൾ ഹബീബായ നബിയുടെ മോളല്ലേ? ഫാത്തിമതു ബിദുഗതും മിന്നീ ഫമൻ അഗ്ളബഹാ അഗ്ളബനി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. അവരെ ആര് സന്തോഷിപ്പിക്കുന്നുണ്ടോ അവര് എന്നെയാണ് സന്തോഷിപ്പിക്കുന്നത്. ആരവരെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ അവരെന്നെയാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്. ഫാത്തിമ മോൾക്ക് എന്ത് പ്രയാസമുണ്ടോ അത് എന്റെ പ്രയാസമാണെന്ന് എപ്പോഴും പറയുമായിരുന്ന ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മോളോട് അന്ന് രാത്രി, മോളെ നീ വന്നത് ഞാൻ അറിഞ്ഞു, അലിയെ നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞു, അലിയെ നിങ്ങൾ ആവശ്യപ്പെട്ടതും ഞാൻ അറിഞ്ഞു, നിങ്ങളൊരു അത്യാവശ്യ ഘട്ടത്തിലാണെന്നും എനിക്കറിയാം. എന്നാൽ അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാനി,
നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചതിനേക്കാളും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബിയെ എന്ന് ഞങ്ങൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇദാ അഖൽതുമാ മദാജിഅകുമാ മദ്ജഅകുമാ, നിങ്ങൾ രണ്ടുപേരും കിടപ്പറയിലേക്ക് കിടന്നുറങ്ങാൻ വന്നാൽ ഫകബ്ബിറാ 34 തവണ അല്ലാഹു അക്ബറും വസബ്ബിഹാ 33 സുബ്ഹാനല്ലാഹും വഹ്മിദാ 33 അൽഹംദുലില്ലാഹിം നിങ്ങൾ പറയണം. ഫഹുവ ഖൈറുൽ ലകുമാ മിൻ ഖാദിം, നിങ്ങൾക്കൊരു വേലക്കാരൻ, ഒരു സെർവന്റ്, വീട്ടിൽ സഹായത്തിന് ഒരാളെ നിങ്ങൾ നിർത്തുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് കിടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് ചൊല്ലലാണ് മോളെ നിങ്ങൾക്ക് ഖൈർ. നിങ്ങൾക്ക് വേണ്ട, ഇതൊക്കെ ഞാൻ ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വെച്ചതാണ്. എന്റെ മോളാണ് നിങ്ങളെന്നറിയാം മോളെ, നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടെന്നറിയാം. പക്ഷേ ഇത് ഉപ്പയുടെ സ്വത്തല്ല, ഇത് ഉപ്പയുടെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ല, ഈ സമൂഹത്തിന്റെ സമ്പത്താണ് മോളെ. അതുകൊണ്ട് മോളത് കൊതിച്ചു പോവല്ലേ, മോൾക്ക് ഞാൻ നല്ലത് പറഞ്ഞു തരാം. നിങ്ങൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലിയിട്ട് കിടന്നുറങ്ങു മോളെ എന്ന് സ്വന്തം മകളെ പഠിപ്പിച്ചു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഖ്ശിഫു അലഹു, ആ മുത്തുനബിയല്ലേ സ്വന്തം ചെരുപ്പ് നന്നാക്കിയിരുന്നത്. വയർകഅ സൗബ, വസ്ത്രം കീറുമ്പോൾ സ്വന്തം കൈകൊണ്ടല്ലയോ ഹബീബായ നബി തങ്ങൾ ആ വസ്ത്രം തുന്നിപ്പിടിപ്പിച്ചിരുന്നത്. ഹബീബായ നബിയുടെ ഖൽബിൽ നിന്നും ഈ ലോകത്തോടുള്ള സ്നേഹം അങ്ങ് എടുത്തു കളയുകയും തൽസ്ഥാനത്ത് അള്ളാഹുവിന്റെ സ്നേഹം കുത്തി നിറക്കുകയും ചെയ്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർണ്ണമലകളായി ഞങ്ങൾ വരട്ടെയോ എന്ന് ഉഹദും പരിസരമലകളും ചോദിച്ചപ്പോഴല്ലേ വേണ്ട വേണ്ട എനിക്കിത് വേണ്ട എന്ന് മുത്തുനബി പറഞ്ഞത്. ഇമാം ബൂസ്വീരി തങ്ങൾ ബുർദയിൽ പറഞ്ഞില്ലേ, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. وكيف تدعو إلى الدنيا ضرورة من، وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرجي دنيا من العدم مولاي دائما أبدا على حبيبك خير الخلق كلهم. وراودته الجبال الشم من ذهب, മഹാപർവ്വതങ്ങൾ നബിയോട് പറഞ്ഞില്ലയോ ഞങ്ങൾ നിങ്ങൾക്ക് സ്വർണമായി മാറാം നബിയേ. عن نفسه فأراها أيما شممي, എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ മലകളായി പാറകളായി നിന്നോളൂ, എനിക്ക് സ്വർണം വേണ്ട എന്ന് പറഞ്ഞവരല്ലേ നബിയേ നിങ്ങൾ. وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرجي دنيا من العدم. ഈ ലോകം പടക്കാൻ കാരണഭൂതരായ നബിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആർഭാടങ്ങൾ നിങ്ങളുടെ കണ്ണിൽ എങ്ങനെയാണ് നബിയെ, എങ്ങനെയാണ് നിങ്ങളെ പ്രലോഭിപ്പിക്കുക? ആർഭാടങ്ങൾ അങ്ങേക്ക് വേണ്ടല്ലോ നബിയെ, അങ്ങത് കൊതിച്ചിട്ടുമില്ല. മദീനയിലെന്ന് കോട്ടകൾ പോലെയുള്ള വീടുകളുള്ള കാലമാണ്. ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ താമസിക്കുന്ന കൊച്ചു കൊച്ചു കുടിലുകൾ. നമ്മുടെ വീടുകൾ എത്ര സൗകര്യമുള്ളവയാണ്, അൽഹംദുലില്ലാഹ്.
എത്ര സൗകര്യമുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളൊക്കെയും അള്ളാഹു വലിയ നിഅമത്ത് ചെയ്ത പ്രദേശങ്ങളല്ലേ. അള്ളാഹു അവന്റെ നിഅമത്ത് അത് നിലനിർത്തി തന്നുകൊണ്ട് അതിനെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ നിഅമത്തിന്റെ വില അള്ളാഹു എടുത്തുകൊണ്ടു പോവാതെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ വില മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് പക്ഷേ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദീനിനോട് നന്ദിയുണ്ടാവാൻ കാരണമാവുക.